പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും മാത്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺലൈനിൽ നമ്മൾ വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു നോക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ പേജ് നമ്പറുകളും ഹോംവർക്കുകളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഏതിനെങ്കിലുമൊക്കെ ആൻസർ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി, നമുക്ക് മറുപടി നൽകാം. നോക്കാം, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ഭാഗം ആയിട്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നമ്മളെ ഈ nth ടേമുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. n-ാം പദം നോക്കാം. നമുക്കിങ്ങനെ ഒരു 10-ാം പദം തന്നു നോക്കാം. 10-ാം പദം ഒരു 50 ആണ് എന്ന് പറഞ്ഞു. അതുപോലെ പൊതുവ്യത്യാസം 5 ആണ് എന്ന് പറഞ്ഞു. ഒരു പർട്ടിക്കുലർ ടേമും കോമൺ ഡിഫറൻസും തന്നിട്ട് മറ്റ് ടേമുകൾ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു നിശ്ചിത പദം തന്നു, പൊതുവ്യത്യാസവും തന്നു. 10-ാം പദം തന്നു, പൊതുവ്യത്യാസവും തന്നു. നമുക്ക് 15-ാം പദം കാണണം എന്ന് വെക്കാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ 15-ാം പദം കാണുക? ഒരു മാർഗം 10-ാം പദത്തിൽ നിന്നും ആദ്യ പദം കണ്ടിട്ട് ആദ്യ പദം പൊതുവ്യത്യാസം ഉപയോഗിച്ച് നമുക്ക് 15-ാം പദം കാണാം. അല്ലാത്ത മാർഗം എന്താ നോക്കാം. 10-ാം പദം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 15-ാം പദം കാണാം. ആ 15-ാം പദം കാണണമെങ്കിൽ 15-ാം പദം x15 10-ാം പദത്തോടു കൂടെ 15-ാം പദം കിട്ടണമെങ്കിൽ എത്ര പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ മതി? 5 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ മതി. അപ്പൊ 10-ാം പദം ഉപയോഗിച്ച് 10-ാം പദത്തിനോട് കൂടെ 5 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ 15-ാം പദം കിട്ടും. റെഡിയല്ലേ? ഇനി 10-ാം പദം നമുക്ക് തന്നു, 25-ാം പദം കാണണമെന്ന് വെക്കാം. എന്ത് ചെയ്താൽ മതി? 10-ാം പദത്തിനോട് കൂടെ 15 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ 25-ാം പദം കിട്ടും. ഇനി ഈ 15-ാം പദം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇത് തന്നിട്ട് നമുക്ക് ഒരു 30-ാം പദം കാണണമെന്ന് വെക്കാം. അപ്പൊ 30-ാം പദം 15-ാം പദം ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ 15-ാം പദത്തിനോട് കൂടെ പൊതുവ്യത്യാസം 15 പ്രാവശ്യം കൂട്ടിയാൽ മതി. അപ്പോൾ 30-ാം പദം സമം x15 + 15d. ഇനി ഇതേപോലെ 25-ാം പദം ഉപയോഗിച്ചിട്ടും കാണാം 30-ാം പദം. x30 സമം x25 + 5d. ഇനി 10-ാം പദം ഉപയോഗിച്ച് 30-ാം പദം കാണാം. x30 സമം x10 + 20d. കണ്ടോ? വിവിധ പദങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ട് കാണാം. അപ്പൊ ഞാൻ 30-ാം പദം 15-ാം പദത്തിനോടുകൂടി 15d കൂട്ടിയപ്പോൾ കിട്ടും. അല്ലെങ്കിൽ 25-ാം പദത്തിനോട് കൂടി 5d കൂട്ടിയാലും മതി. 30-ാം പദം കിട്ടണമെങ്കിൽ 10-ാം പദത്തിനോട് കൂടി 20d കൂട്ടിയാലും മതി. അപ്പോൾ ഒരു പദം തന്നിട്ട് പൊതുവ്യത്യാസവും തന്നിട്ട് ഏതൊരു പദവും കാണാൻ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. അപ്പൊ ഈ കൂട്ടേണ്ട ഈ d കിട്ടാൻ എന്താ മാർഗം? എത്ര d ആണ് നോക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. 25 - 10 15. ഇനി ഇവിടെ ഇത് കിട്ടണമെങ്കിൽ 30 - 15 15. 30 - 25 5. 30 - 10 20. ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടേമും കോമൺ ഡിഫറൻസും തന്നാൽ
നമുക്ക് ഏത് പദവും കാണാം. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടണം എന്നുള്ളതാണ് പ്രധാനം. നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിൽ 15-ാം പദം കാണണം. അപ്പോൾ 10-ാം പദത്തിനോട് കൂടെ 5D കൂട്ടിയാൽ മതി. ഇനി 10-ാം പദം 50 പ്ലസ് 5D, 5 × 5. അപ്പോൾ 50 പ്ലസ് 25 സമം 75. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായി? 10-ാം പദവും പൊതുവ്യത്യാസവും തന്നിട്ട് നമ്മൾ 15-ാം പദം കണ്ടു. റെഡിയല്ലേ? ഇനി അപ്പോൾ പൊതുവ്യത്യാസം കിട്ടിയെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോമൺ ഡിഫറൻസ് കിട്ടിയാലേ നമുക്ക് ഓരോ പദം കാണാൻ പറ്റുള്ളൂ. ഇനി ഞാൻ വേറൊരു ഒക്കേഷൻ പറയാം. വേറൊരു ഒക്കേഷൻ നോക്കാം. നമ്മൾ ഇങ്ങനെ 3-ാം പദം 34 എന്ന് തന്നു. അതുപോലെ 6-ാം പദം 67 എന്ന് പറഞ്ഞു. ഇനി 12-ാം പദം കാണാൻ വേണ്ടി പറഞ്ഞു. സപ്പോസ് നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു പദവും പൊതുവ്യത്യാസവും തന്നു, എന്നിട്ട് അവിടെ നമ്മൾ ഏത് പദവും കണ്ടു. ഇനി ഇവിടുത്തെ പ്രത്യേകത 3-ാം പദം തന്നു, 6-ാം പദം തന്നു. ഇനി 12-ാം പദം കാണാൻ വേണ്ടി പറഞ്ഞു. ആ 12-ാം പദം നമുക്ക് 3-ാം പദം ഉപയോഗിച്ചിട്ടും കാണാം, 6-ാം പദം ഉപയോഗിച്ചിട്ടും കാണാം, അല്ലേ? 12-ാം പദം 3-ാം പദം ഉപയോഗിച്ചിട്ട് കാണുകയാണെങ്കിൽ എന്തെഴുതും? x3 പ്ലസ് എത്ര D? 9D. ഇനി 6-ാം പദം ഉപയോഗിച്ചിട്ടാണ് 12-ാം പദം കാണുന്നതെങ്കിൽ x6 പ്ലസ് എത്ര D? 6D. ശരിയല്ലേ? അപ്പൊ ഈ പദം ഉപയോഗിച്ചിട്ടും 12-ാം പദം കാണാം, ഈ പദം ഉപയോഗിച്ചിട്ടും 12-ാം പദം 12th ടേം കാണാം. ഇവിടൊക്കെ എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം, പൊതുവ്യത്യാസം വേണം. അപ്പൊ ഇനി ഈ 2 പദമാണല്ലോ നമുക്ക് തന്നത്. ആ 2 പദം ഉപയോഗിച്ചിട്ട് എങ്ങനെ പൊതുവ്യത്യാസം കാണാം എന്നാലോചിക്കാം. നോക്കാം. 2 പെർട്ടിക്കുലർ ടേംസ് തന്നാൽ അവിടെ നിന്നും കോമൺ ഡിഫറൻസ് കാണാനുള്ള മാർഗം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് ടേം പൊസിഷൻ. ഇതാണ് അതിൻ്റെ മാർഗം. 2 നിശ്ചിത പദങ്ങൾ തന്നിട്ട് കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. നോക്കുക. ഇപ്പൊ 2 പദങ്ങൾ തന്നല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ ഡിഫറൻസ് ഓഫ് ദ ടേം, ഏതൊക്കെയാ ടേം? 3-ാം പദം 6-ാം പദം, അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ x6 മൈനസ് x3. അപ്പൊ ഡിഫറൻസ് ഓഫ് ദ ടേംസ്. ഇനി ഡിഫറൻസ് ഓഫ് ദ ടേം പൊസിഷൻ, ഇത് 6-ാമത്തത്, ഇത് 3-ാമത്തത്. അപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 6 മൈനസ് 3. ഡിഫറൻസ് ഓഫ് ദ ടേം ബൈ ഡിഫറൻസ് ഓഫ് ദ ടേം പൊസിഷൻ. ഇനി നമുക്ക് ഡി കണ്ടു നോക്കാം. 6-ാം പദം എത്ര? 67 മൈനസ് 3-ാം പദം 34 ബൈ 6 മൈനസ് 3 3. എത്ര കിട്ടും? 67 34 കുറക്കണം. 7 4 പോയാൽ 3, 6 3 പോയാൽ 3 3 33 ബൈ 3 എത്ര ഉണ്ടാവും? 11. കണ്ടോ? നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. മനസ്സിലാണ്ടോ? കാര്യം മനസ്സിലാണ്ടോ? എന്ത് പറഞ്ഞു? 2 പദങ്ങൾ തന്നിട്ട് വേറൊരു പദം കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ വേറൊരു പദം കിട്ടണമെങ്കിൽ ഈ 2 പദങ്ങളോടും പൊതുവ്യത്യാസം എത്ര കൂട്ടണം എന്നുള്ളതാണ് വിഷയം. അങ്ങനെ പൊതുവ്യത്യാസം കൂട്ടണമെങ്കിൽ ആ പൊതുവ്യത്യാസം ആദ്യം കാണണം. അപ്പൊ നമ്മൾ എങ്ങനെ പൊതുവ്യത്യാസം കാണും? പദങ്ങളുടെ വ്യത്യാസം ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പോൾ 6-ാം പദം 3-ാം പദം, അപ്പോൾ വലുത് 6-ാം പദമല്ലേ? 6-ാം പദം മൈനസ് 3-ാം പദം ബൈ 6 മൈനസ് 3. അങ്ങനെ നമ്മൾ പൊതുവ്യത്യാസം കണ്ടു. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടും കാണാം, ഇത് ഉപയോഗിച്ചിട്ടും കാണാം 12-ാം പദം.
അപ്പോൾ ഞാൻ ഏത് ഉപയോഗിച്ചിട്ട് കാണാം? ഇത് ഉപയോഗിച്ചിട്ട് കാണാം. അപ്പോൾ x12 സമം ആറാം പദം 67 പ്ലസ് 6 ഇൻറ്റു ഡി 11. അപ്പോൾ 67 പ്ലസ് 66, 6 7 13, ബാക്കി 1, 6 6 12 1 13, 133. ഓക്കെ. അപ്പോൾ 2 പദങ്ങൾ തന്നാൽ വേറൊരു പദം എങ്ങനെ കാണും? ആദ്യം പൊതുവ്യത്യാസം കാണുന്നു, പിന്നെ ആ പദം കാണും. വേറൊന്ന് പറയട്ടെ. അല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒക്കെ മലയാളത്തിൽ പറഞ്ഞു. ഇനി ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടി വേറൊരു എക്സാമ്പിളിലൂടെ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4th ടേം 2 ആണ്. അതുപോലെ 7th ടേം 3 ആണ്. എന്നിട്ട് ഒരു 15th ടേം കാണാൻ വേണ്ടി പറഞ്ഞു. എന്താ മാർഗം നോക്കാം? 15th ടേം കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് ഈ 2 പർട്ടിക്കുലർ ടേംസ് ഉണ്ടല്ലോ, കോമൺ ഡിഫറൻസ് കാണണം. അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു ദ ഡിഫറൻസ് ഓഫ് ദ ടേംസ്, 7th ടേമും 4th ടേമും. അപ്പോൾ x7 minus x4 divided by difference of the term possession. Possessions 7 minus 4, which is equal to x7 3 minus x4 2 by 7 minus 4, that is 3, which is equal to 1 by 3. It is the common difference. Okay, now we have obtained the common difference. Then we want to find out the 15th term. This 15th term can be find out from either the 4th term or from the 7th term. Here I am going to find with the 4th term. That is x15 equal to x4 plus. Then how much d? That is 15 minus 4, 11 d. Okay, that is x4 2 plus 11 into 1 by 3. That is 2 plus 11 into 1, 11 by 3. Okay, now place a 1 here. Denominator different ആണ്. Cross ആയിട്ട് multiply ചെയ്യാം. 2 into 3, 6 plus 11 into 1, 11 by 3. That is 17 by 3. Okay, 15th term കിട്ടി. Okay, ഇപ്പോൾ 2 particular terms, 2 നിശ്ചിത പദങ്ങൾ തന്നിട്ട് എങ്ങനെ മറ്റൊരു ടേം കാണും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാണണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് വേണം. റെഡി? ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടി പറയാം. നോക്കാം. സെക്കൻഡ് ടേം 5 ആണ്. 5th ടേം 2 ആണ്. ഇനി ഇവിടെ നമുക്ക് ഒരു 10th ടേം കാണണം എന്ന് നോക്കാം. 10th ടേം കാണണം, അതുപോലെ ഫസ്റ്റ് ടേമും കാണണം. നോക്കാം. അപ്പോൾ സെക്കൻഡ് ടേം 5 ആണ്, 5th ടേം 2 ആണ്, 10th ടേമും ഫസ്റ്റ് ടേമും കാണണം. ആദ്യം എന്ത് കാണണം? കോമൺ ഡിഫറൻസ് കാണണം. എങ്ങനെ വരും? ഡിഫറൻസ് ഓഫ് ദ ടേംസ് x5 minus x2 by 5 minus 2. Difference of the terms by term possession, which is equal to 5th term 2 minus 5 by 5 minus 2. അല്ലേ? 5th term 2 minus second term 5 by 5 minus 2, which is equal to minus 3 by 3. 2 minus 5 minus 3 by 3.
ഇനി നമ്മളിത് ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സൈനും നോക്കാം. ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൈനസ് ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അതല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഉത്തരത്തിന് മൈനസ് ഉണ്ടാകും. അപ്പം ഇവിടെ അംശത്തിൽ മാത്രമേ, ന്യൂമറേറ്ററിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ മൈനസ് ഉണ്ടാകും. ഇനി 3/3 1, അപ്പോൾ -1 കിട്ടി. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി 10th ടേം വേണം. ആ 10th ടേം നമുക്ക് കണ്ടു നോക്കാം. ഏതെന്നാ കാണാം? 5th ടേമെന്നും 2nd ടേമെന്നും ഒക്കെ കാണാം. 2ാം പദത്തുനിന്നും 5ാം പദത്തുനിന്നും കാണാം. ഞാൻ 5ാം പദത്ത് കാണാം. അപ്പോൾ x5 പ്ലസ് എത്ര ഡി വേണം? 5d വേണം. ദാറ്റ് ഈസ് 5th ടേം 2 പ്ലസ് 5 ഇൻറ്റു -1. ഇനി 2, ഇതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇവിടെ എഴുതുന്നത് 2. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം സൈന് പ്ലസിന് മൈനസ്, മൈനസ്, പിന്നെ നമ്പർ 5 × 1 5. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 - 5 എന്ത് വരും? -3. -3. അതാണ് അതിൻ്റെ 10th ടേം. ഇനി നമുക്ക് ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലേ, 10th ടേം കാണാൻ നമ്മൾ 5 ടൈംസ് ആഡ് ചെയ്തു. അതേപോലെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ 5th ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കാണണമെങ്കിൽ കോമൺ ഡിഫറൻസ് 4 ടൈംസ് മൈനസ് ചെയ്താൽ മതി. ശരിയല്ലേ? അല്ലെങ്കിൽ ഇവിടുന്നാണെങ്കിൽ 2nd ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം മൈനസ് ചെയ്താൽ മതി. ഞാനിത് x1 ഫസ്റ്റ് ടേം ഇത് ഉപയോഗിച്ച് കാണാം. അപ്പോൾ x2 - 1d. അപ്പോൾ എന്തായി? x2 5 -1 ഇൻറ്റു d -1. അപ്പോൾ 5 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1, ദാറ്റ് ഈസ് 6. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി. ഓക്കെ, ഐഡിയ കിട്ടിയോ? ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 21 പേജ് നമ്പർ 21 രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ, അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണം നമ്മളിപ്പോൾ ചെയ്തു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. ഞാൻ 100 പിക്കാണ് ഇപ്പോൾ തന്നെ. ഇനി നോക്കാം. ഇനി ഇതിൽ ഒരു വെറൈറ്റി സംഗതി ഉണ്ട്. നോക്കാം. നമ്മൾ എന്താ വെറൈറ്റി? ഒരു രസകരമായ ഒരു സംഭവമുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. 2nd ടേം 5, 5th ടേം 2. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6ഉം കിട്ടി. ശരിയല്ലേ? ഇനി ഞാൻ വേറൊന്ന് എഴുതാം. 8th ടേം 4 ആണ്. 4th ടേം 8 ആണ്. 8ാം പദം 4, 4ാം പദം 8, 2ാം പദം 5, 5ാം പദം 2. ഇനി 10ാം പദം 20. അടുത്തെന്തായിരിക്കും? 20ാം പദം 10. ഇങ്ങനെയായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് -1 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്. ഈ ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 29 ആണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു കുട്ടൻസ് ഉണ്ടല്ലോ അല്ലേ? നോക്ക് എന്താണ്. ഈ രൂപത്തിലാണെങ്കിൽ 2ാം പദം 5ഉം 5ാം പദം 2ഉം ആണെങ്കിൽ പൊതുവ്യത്യാസം -1. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. അപ്പോൾ 5 + 2 - 1 6. 8th ടേം 4, 4th ടേം 8. കോമൺ ഡിഫറൻസ് -1. അതുപോലെ ഫസ്റ്റ് ടേം 4 + 8 12 - 1 11. 10th ടേം 20, 20th ടേം 10. കോമൺ ഡിഫറൻസ് -1. ആദ്യ പദം 20 + 10 - 1 30 - 1 29.
അപ്പോൾ എല്ലായിടത്തും കോമൺ ഡിഫറൻസ് -1 ആണ്. ഫസ്റ്റ് ടേം ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 1 മൈനസ് ചെയ്യലാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് nth ടേം എമ്മും mth ടേം എന്നും ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് വരും? -1 എന്ന് പറയാം. ഫസ്റ്റ് ടേമോ m + n - 1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ടേം ആണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് പെട്ടെന്ന് കിട്ടും. ഫസ്റ്റ് ടേം ഇതേപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? 2 പർട്ടിക്കുലർ ടേംസ് തന്നിട്ട് അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാമെന്ന് പറഞ്ഞു. അതേപോലെ അതിൽ തന്നെ 2 പർട്ടിക്കുലർ ടേംസ് ഈ രൂപത്തിലാണെങ്കിൽ കോമൺ ഡിഫറൻസ് നമ്മൾ കാണേണ്ട അത് -1 ആയിരിക്കും. അതുപോലെ ഫസ്റ്റ് ടേം ഇതിൽ നിന്നും നമുക്ക് കാണാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു വർക്ക് എന്ന് പറയുന്നത് പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻ നമ്പർ 6 6ാമത്തെ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക. അതുപോലെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 5th ടേം 38, 9th ടേം 66, 25th ടേം കാണുക എന്നൊരു ക്വസ്റ്റ്യൻ അതിലുണ്ട്. അപ്പോൾ ആ പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.